നമസ്കാരം. ന്യൂസ് ഡയറി കേരളത്തിന്റെ അറിവിന്റെ വീതിയിൽ അടിപൊളി സമ്മാനങ്ങൾ എന്ന പ്രോഗ്രാമിന്റെ പുതിയൊരു ഭാഗത്തേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം. അറിവിന്റെ വീതിയിൽ അടിപൊളി സമ്മാനങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു നൽകിയിരിക്കുന്നത് പൂജ ആംബുലൻസ് സർവീസാണ്. അവർ നൽകുന്ന സമ്മാനവുമായിട്ടാണ് ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. പൂജ ആംബുലൻസ് ആൻഡ് മൊബൈൽ മോർച്ചറി സർവീസ് നൽകുന്ന സമ്മാനവുമായി ഞങ്ങൾ കടക്കാവൂർ ഗ്രാമപഞ്ചായത്തിലാണ് എത്തിയിരിക്കുന്നത്. അതിൻ്റെ മുൻവശത്താണ് 1954 രൂപീകൃതമായ കടക്കാവൂർ ഗ്രാമപഞ്ചായത്തിൽ നിരവധി സമരങ്ങൾ കണ്ടിട്ടുള്ള ഒരു ഗ്രാമപഞ്ചായത്താണ്. അതുപോലെ തന്നെ കേരളത്തിലെ പ്രൊഫഷണൽ നാടകവേദികളിൽ ഒന്നായ SS നടനസഭയുടെയും ആസ്ഥാനം കടക്കാവൂർ ഗ്രാമപഞ്ചായത്തിലാണ്. അതോടൊപ്പം തന്നെ വിഷചികിത്സാ രംഗത്ത് തിരുവിതാംകൂറിൽ പ്രശസ്തി ആർജിച്ച വിഷവൈദ്യന്മാരുടെയും നാടുകൂടിയാണ്. കലാകാരന്മാരുടെയും കായിക താരങ്ങളുടെയും രാഷ്ട്രീയത്തിൽ ശോഭിച്ചിരുന്നവരുടെയും നാടുകൂടിയായ കടക്കാവൂർ ഗ്രാമപഞ്ചായത്തിലാണ് ഇന്ന് ഞങ്ങൾ അറിവിൻ്റെ വീതിയിൽ അടിപൊളി സമ്മാനങ്ങളുമായി എത്തിയിരിക്കുന്നത്. പൂജ ആംബുലൻസ് ആൻഡ് മോർച്ചറി സർവീസ് നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജാണ് അവരുടെ ഹെഡ് ഓഫീസ്. ചിറയൻകീഴ് പഞ്ചായത്തിലും അതുപോലെ തന്നെ വക്കം ഗ്രാമപഞ്ചായത്തിലും വക്കം മാർക്കറ്റ് ജംഗ്ഷനിൽ അവരുടെ ഓഫീസ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം. ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ളൊരു ഉത്തരം നൽകുക, സമ്മാനം നേടുക. ചോദ്യം ഇതാണ്: അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി എന്ന പ്രാർത്ഥനാ ഗീതം രചിച്ചത് ആര്? അഖിലാണ്ട മണ്ഡലം അറിയാം, പ്രാർത്ഥനയാണ്. പക്ഷെ അറിയാൻ വയ്യ. ആരാണ്? കുമാരനാശാൻ അല്ല. അപ്പൊ എന്തായാലും മറ്റാരെങ്കിലും പറയുമെന്ന് നോക്കാം. പൂജ ആംബുലൻസ് ആൻഡ് മൊബൈൽ മോർച്ചറി സർവീസ് നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം. ചിറയൻകീഴും വക്കത്തും മെഡിക്കൽ കോളേജിലുമാണ് അവരുടെ ഓഫീസ് പ്രവർത്തിക്കുന്നത്. മെഡിക്കൽ കോളേജിൽ ഹെഡ് ഓഫീസും ചിറയൻകീഴും വക്കവും ബ്രാഞ്ച് ഓഫീസുകളുമാണ്. അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ്: അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി എന്ന പ്രാർത്ഥനാ ഗീതം രചിച്ചത് ആര്? യേശുദാസാണ്. ഉറപ്പിച്ചിരിക്കുന്നു. പാടിയതല്ല, രചിച്ചതാണ്. അറിയാൻ വയ്യേട്ടാ. അറിയാൻ വയ്യേട്ടാ, സോറി. അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി എന്ന പ്രാർത്ഥനാ ഗീതം രചിച്ചത് ആര്? കേട്ടിട്ടുണ്ടോ പാട്ട്? കേട്ടിട്ടുണ്ട്. ചെറുശ്ശേരി. അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി എന്ന പ്രാർത്ഥനാ ഗീതം രചിച്ചത് ആര്? ആ പാട്ട് അറിയാമോ? പാട്ട് കേട്ടിട്ടുണ്ട്. പൂജ ആംബുലൻസ് ആൻഡ് മൊബൈൽ മോർച്ചറി സർവീസ് നൽകുന്ന സമ്മാനമാണ്. അവർ നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം. ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക, സമ്മാനം നേടുക. ചോദ്യം ഇതാണ്: അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി അതിനുള്ളിൽ ആനന്ദ് ആ പ്രാർത്ഥനാ ഗീതം രചിച്ചത് ആര്? ചിറയൻകീഴ് രാമകൃഷ്ണൻ നായർ. ചിറയൻകീഴല്ല. അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി എന്ന പ്രാർത്ഥനാ ഗീതം രചിച്ചത് ആര്? പെട്ടെന്ന് ഇങ്ങനെ ചോദിച്ചാൽ ഒരു പിടിയും കിട്ടുന്നില്ല. അവിടെ ഞാൻ ചോദിച്ചിട്ട് വൈകുന്നേരം വന്നോ പറയും. വൈകിട്ടാണെങ്കിൽ പറയാം. അന്ന് ആരാണ്? അറിഞ്ഞൂടാ. മോളെ ഏത് സ്കൂളിൽ പഠിക്കുന്നത്? കടക്കാവൂര് പാർവതി ഭായ് സ്കൂളിലല്ലേ? അപ്പോൾ എത്രാം ക്ലാസ്സിലാണ്? 9ാം ക്ലാസ്സിൽ. അപ്പോൾ ഞങ്ങളുടെ കൈവശം പൂജ ആംബുലൻസ് ആൻഡ് മൊബൈൽ മോർച്ചറി സർവീസ് നൽകുന്ന സമ്മാനമാണ്. ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ളൊരു ഉത്തരം നൽകുക, സമ്മാനം നേടുക. അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി എന്ന് കേട്ടിട്ടുണ്ട്. അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി എന്ന പ്രാർത്ഥനാ ഗീതം രചിച്ചത് ആരാണ്? OMV ഗ്രൂപ്പ്. അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി എന്ന പ്രാർത്ഥനാ ഗീതം രചിച്ചത് ആര്? പി ഭാസ്കരൻ മാസ്റ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല. പൂജ ആംബുലൻസ് ആൻഡ് മൊബൈൽ മോർച്ചറി സർവീസ് നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം. ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക, സമ്മാനം നേടുക. ചോദ്യം ഇതാണ്: അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി എന്ന പ്രാർത്ഥനാ ഗീതം രചിച്ചത് ആര്? ബാലഗംഗാധര അഖിലാണ്ട മണ്ഡലം അല്ല. നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആണോ? അല്ല, മലയാള ഗാനമാണ്. അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി. ശരി. നേതാജി സുഭാഷ് ചന്ദ്രബോസും അല്ല. അറിയില്ല.
അതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം പന്തളം KP രാമൻ പിള്ളയാണ്. പത്തനംതിട്ട ജില്ലയിലെ പന്തളത്തിനടുത്ത് തുമ്പമണ്ണിലാണ് KP രാമൻ പിള്ള ജനിച്ചത്. അപ്പോൾ അദ്ദേഹമാണ് അഖിലാണ്ട മണ്ഡലം എഴുതിയത്. അപ്പോൾ ഇതുപോലെ വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യങ്ങളും മനോഹരമായിട്ടുള്ള സമ്മാനങ്ങളുമായി ഇനിയും നിങ്ങളുടെ വീതികളിലൂടെ നിങ്ങളുടെ മുന്നിലേക്കായിരിക്കും ഞങ്ങൾ എത്തുക. ഇപ്പോൾ ഏകദേശം എത്ര പരിപാടി പങ്കെടുത്തിട്ടുണ്ട്? 3-4 ആയി. അങ്ങനെ ഒരു 3 പ്രാവശ്യം കൂടെ പറയണം. 6 പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇതുവരെ സമ്മാനം നേടാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഇതുപോലെ വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യങ്ങളും മനോഹരമായിട്ടുള്ള സമ്മാനങ്ങളുമായി ഞങ്ങൾ നിങ്ങളുടെ വീതികളിലൂടെ നിങ്ങളുടെ മുന്നിലേക്കായിരിക്കും എത്തുക. ഞങ്ങളെ പ്രതീക്ഷിക്കുക. അതുവരേക്കും ക്യാമറമാൻ ബിബിൻ വേണുവിനോടൊപ്പം RS നിഷാദ്, ന്യൂസ് ഡയറി കേരളം. കോസ്റ്റ്യൂം പാർട്ണർ RK ഫാബ്രിക്സ് ആൻഡ് വെഡിങ്സ്, ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ, വർക്കല റോഡ്, കല്ലമ്പലം.